മലപ്പുറം ജില്ലയുടെ സവിശേഷമായ മതസൗഹാർദ്ദവും സാമൂഹിക സുരക്ഷയും രാജ്യം മുഴുവൻ മാതൃകയാക്കേണ്ടതാണെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച കേരള യാത്രയ്ക്ക് അരീക്കോട് നൽകിയ സ്വീകരണ വേളയിലായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഈ സുപ്രധാന നിരീക്ഷണം. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കിടയിൽ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എങ്ങനെ ജീവിക്കാമെന്ന് മലപ്പുറം കാണിച്ചു തരുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ സുരക്ഷിതമായ അന്തരീക്ഷം തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലയെക്കുറിച്ച് പുറം ലോകത്ത് നിലനിൽക്കുന്ന തെറ്റായ മുൻവിധികളെ കാന്തപുരം ശക്തമായി വിമർശിച്ചു. നിഗൂഢമായ താല്പര്യങ്ങളോടെ ജില്ലയെ സമീപിക്കുന്ന രീതി ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് തിരുത്തപ്പെടേണ്ട ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തുകാരെ ഭീകരരായി ചിത്രീകരിക്കാനും അവരെ നിരന്തരം അപഹസിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രകോപനങ്ങളെ മലപ്പുറത്തെ ജനങ്ങൾ വിവേകത്തോടെയാണ് നേരിട്ടതെന്ന് കാന്തപുരം പ്രശംസിച്ചു. പ്രതിസന്ധികളിൽ തളരാത്ത മനക്കരുത്താണ് ജില്ലയുടേത്. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ആയുധം കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ് മലപ്പുറം മറുപടി നൽകിയത്. തന്നെ ഇകഴ്ത്തുന്നവരോടും തന്നോട് വിദ്വേഷം കാണിക്കുന്നവരോടും പുഞ്ചിരിയോടെയും കാരുണ്യത്തോടെയും പെരുമാറുന്ന സംസ്കാരമാണ് ഈ മണ്ണിന്റേതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ അധിക്ഷേപിക്കുന്ന പ്രവണതയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന മലപ്പുറത്തെ വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നത് ക്രൂരതയാണ്. ഇത് അവരുടെ കഴിവിനെ അവഹേളിക്കലാണ്. വിദ്യാർത്ഥികളെ തളർത്തുന്നതിന് പകരം അവരെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും തയ്യാറാകേണ്ടത്. കഠിനാധ്വാനം ചെയ്യുന്ന യുവതലമുറയെ സംശയനിഴലിൽ നിർത്തുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജില്ലാ വിഭജനം എന്ന ആവശ്യത്തെക്കുറിച്ച് സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളും തന്നെ നിലപാട് വ്യക്തമാക്കി. മലപ്പുറം ജില്ലയുടെ വിഭജനം എന്നത് കേവലം മതപരമായ ഒന്നല്ല, മറിച്ച് റവന്യൂ സംബന്ധമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിനും വേണ്ടിയാണ് ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്നത്. ഇതിനെ ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമായി കാണുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ നോക്കിക്കാണുന്നത് തെറ്റായ പ്രവണതയാണ്. ഇത് വികസനത്തെയും ഭരണപരമായ കാര്യക്ഷമതയും പിന്നോട്ടടിക്കും. ഇതിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ ആരും മുതിരരുത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് സംസ്ഥാനത്ത് നടക്കേണ്ടതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയും വിസ്തൃതിയും പരിഗണിക്കുമ്പോൾ ജില്ലാ വിഭജനം ജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമായി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. മലപ്പുറത്തിന്റെ യശസ് തകർക്കാനുള്ള നീക്കങ്ങളെ ഒരുമിച്ച് നിന്ന് ചെറുക്കണം. ഐക്യമാണ് നാടിന്റെ കരുത്തെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. കേരള യാത്രയ്ക്ക് മലപ്പുറം നൽകിയ സ്വീകരണം ജില്ലയുടെ സ്നേഹനിർഭരമായ മനസ്സിന്റെ തെളിവാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അരീക്കോട് നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് ജില്ലയുടെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു വിളംബരമായി മാറി. സമുദായങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മലപ്പുറത്തെ ജനങ്ങൾ എക്കാലത്തും തിരിച്ചടി നൽകിയിട്ടുണ്ട്. ആ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കപ്പെടേണ്ടത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണെന്നും കാന്തപുരം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ല നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. പ്രവാസ ലോകത്തും വിദ്യാഭ്യാസ രംഗത്തും ജില്ല കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിച്ചതാണ്. ആ നേട്ടങ്ങളെ തമസ്കരിക്കാൻ ആരെയും അനുവദിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിലെ കുട്ടികൾ കാട്ടുന്ന മികവ് മറ്റ് ജില്ലകൾക്കും പ്രചോദനമാകേണ്ടതാണ്. പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് മികച്ച വിജയം കൊയ്യുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത്. ഭരണകൂടം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. മലപ്പുറം നേരിടുന്ന ഭരണപരമായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സജീവമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കുന്നതിൽ മലപ്പുറത്തിന് വലിയ പങ്കുണ്ട്. ആ പാരമ്പര്യം ഇനിയും തുടരും. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് സ്നേഹം കൊണ്ട് മറുപടി നൽകുന്ന രീതി മലപ്പുറം തുടരുമെന്നും കാന്തപുരം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. അരീക്കോട്ട് നടന്ന സ്വീകരണ ചടങ്ങ് ആവേശോജ്വലമായിരുന്നു. നിരവധി മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള യാത്രയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അരീക്കോട്ടെ സംഗമം വലിയ വിജയമായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു.